ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഇന്ന് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചൊരു ടോപ്പിക്ക്, അതായത് എൻ്റെ സൈഡിൽ നിന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ഈ കാര്യത്തെക്കുറിച്ച്. അതായത് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി, ആ ഒരു ജേണി എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി പേരുടെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഡെലിവറി വീഡിയോസും പ്രഗ്നൻസി ജേണി ഫുൾ വീഡിയോസായിട്ട് എടുത്തിട്ടുള്ള ഒത്തിരി പേരെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡെലിവറിയേക്കാൾ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെലിവറിയാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് നടക്കുക. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഡെലിവറി വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസിൻ്റെ അടിയിലെ കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ക്യാഷ് മുടക്കി റൂം എടുത്ത് ഡെലിവറി നടത്താൻ കഴിവില്ലാത്ത ആൾക്കാർ, പ്രസവിക്കേണ്ട എന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അത് നമ്മളെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടും അത്രയും പൈസ, അങ്ങനൊരു സംഭവം, അത്രയും പൈസ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അപ്പോഴേ ഇറക്കാൻ ഉണ്ടാകത്തില്ല. കാരണം ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് പിന്നും ചിലവ് വരുന്നത് കൊണ്ട് അത്രയും ഫണ്ട് അതിലത്തേക്ക് ഇറക്കാനില്ലാത്തത് കൊണ്ടാവും എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ നമ്മളൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചത് അതുകൊണ്ടാണ്. പിന്നെ വേറെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പുറകെ ഉണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചതിൻ്റെ പുറകിൽ. അപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് എൻ്റെ ഡെലിവറി ജേണിയെക്കുറിച്ചാണ്. കുറച്ച് ലോങ് ജേണിയാണ്. ഒരു 10 മാസത്തെ കഥ നമ്മൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. കഥ പോലെ പറയാമെന്നേ ഉള്ളൂ. എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് പെട്ടെന്നത് ക്ലിക്കാവും. അപ്പം നമുക്ക് സ്റ്റോറിയിലോട്ട് പോയാലോ. എൻ്റെ മാരേജ് എന്ന് പറയുന്നത് മാർച്ച് 15-നായിരുന്നു. 2023-ലായിരുന്നു എൻ്റെ മാരേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ പീരിയഡ്സായി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസത്തിനകത്ത് അടുത്ത പീരിയഡ്സ് വരേണ്ട ടൈമായിരുന്നു. പീരിയഡ്സ് വന്നില്ല. അപ്പോൾ ഒരു 1 വീക്ക് കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം സ്ട്രിപ്പിൽ ടെസ്റ്റ് ചെയ്തു. ഡബിൾ ടിക്ക് വീണു. അതായത് ഡബിൾ മാർക്ക് വന്നു. അപ്പോൾ ഓക്കെ, പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ആയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് എന്ന് പറയുന്നത് നെടുമങ്ങാട് പത്താങ്കല്ലാണ്. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നെടുമങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെയാണ് പോകേണ്ടത്. അവിടെയാണ് ഞാൻ പോയത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ അമ്മയെ കൂട്ടാണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. പോരാഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത്. അതേപോലെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിലോട്ട് നമ്മൾ എൻട്രി ചെയ്ത് കയറുമ്പോഴത്തേക്കും അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും 2 സൈഡ് ഷിഫ്റ്റിംഗ് ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങിലെ ലാസ്റ്റ് ബിൽഡിങ്ങിലാണ്, അതായത് നമ്മുടെ ഡെലിവറിയൊക്കെ നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന് തൊട്ടപ്പുറത്തായിട്ട് വേറൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മളെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നോക്കുന്നതും ഡോക്ടേഴ്സ് ഇരിക്കുന്നതും ഒക്കെ അവിടെയാണ്. അപ്പോൾ നമുക്ക് വരുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മളവിടെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഇരിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റിന് ഒരു ദിവസമാണ്. അതായത് വീക്ക്ലി വൺസേ അവിടെ ഇരിക്കത്തുള്ളൂ, അവർ നോക്കത്തുള്ളൂ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് എന്താ കാണിക്കണ്ടേ, എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ OP ഒക്കെ എടുത്ത് ക്യൂ ഒക്കെ നിന്ന് OP ഒക്കെ എടുത്ത് അവിടെ ചെന്നു. അപ്പം ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ മാത്രമേ കയറ്റത്തുള്ളൂ. അതിപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ മാത്രമേ കയറ്റത്തുള്ളൂ. വേറെ ആരെയും, അതിപ്പോൾ അമ്മയായാലും ചേട്ടനായാലും ഭർത്താവായാലും അച്ഛനായാലും ആരായാലും കൂടെ വന്നു കഴിഞ്ഞാൽ പുറത്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ. അവർക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനോടെയാണ് ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. എന്താ സംഭവം, അതിനകത്ത് എന്താ നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ടെൻഷനോടുകൂടിയാണ് ഞാൻ അതിനകത്തോട്ട് കയറിയത്. അതിനകത്തോട്ട് ചെന്ന് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കയറി നമ്മൾ ആ ഒരു ഹാളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ OP ടിക്കറ്റ് മേടിക്കാനായിട്ട് OP ടിക്കറ്റിൻ്റെ നമ്പർ എഴുതിയെടുത്ത് നമ്മുടെ പേരും ഡീറ്റെയിൽസും വെയിറ്റും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കും. അവരടുത്തോട്ട് ചെന്ന് ഞാൻ OP ടിക്കറ്റ് കൊടുത്തപ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് വെയിറ്റൊക്കെ നോക്കാൻ പറഞ്ഞു. വെയിറ്റൊക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ സ്ട്രിപ്പ് നോക്കിയപ്പോഴത്തേക്കും പോസിറ്റീവാണ് കാണിച്ചത്, അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉള്ളിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് ഡോക്ടറെ കാണണ്ടേ എന്നെങ്ങനെയാണ് അറിയുക എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഉള്ളിലോട്ട് കയറിയിട്ട് OP ടിക്കറ്റിൻ്റെ നമ്പർ വിളിക്കുമ്പോഴത്തേക്കും ഏത് ഡോക്ടറാണോ
ഫ്രീ ആയിട്ടുള്ളത് അവരുടെ റൂമിലേക്ക് അങ്ങ് കയറിയാൽ മതി. ഇവിടെ ഇന്ന ഡോക്ടറെ കാണണം എന്നൊന്നും ഇല്ല, ഇന്ന ഡോക്ടറെ കാണാവൂ എന്നൊന്നും ഇല്ല, ഫസ്റ്റ് ടൈം അല്ലേ കയറി പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞാൻ കയറി. എൻ്റെ OP നമ്പർ വിളിച്ചപ്പോഴത്തേക്കും ഫ്രീ ആയിട്ടുണ്ടായിരുന്നത് ദിവ്യ ഡോക്ടറാണ്. ആ ഒരു ടൈമിൽ പ്രസവിച്ച അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോയി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ദിവ്യ ഡോക്ടർ ആരാണെന്ന്. ഭയങ്കര പാവമായിട്ടുള്ള ഒരു ഡോക്ടറാണ് കേട്ടോ. അങ്ങനെ ഞാൻ കയറി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്ട്രിപ്പ് നോക്കിയാണോ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അതെ സ്ട്രിപ്പ് നോക്കിയാണ് അറിഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് എഴുതി തരാം, ഫോളിക് ആസിഡ് പോലുള്ള ടാബ്ലറ്റ്സാണ്, പുറത്തുനിന്ന് കിട്ടും, അവിടെ നിന്ന് നഴ്സിൻ്റെ അടുത്ത് കൊടുത്താൽ മതി, അവർ തരും, വാങ്ങിച്ച് കഴിക്കുക, ഇന്ന സമയത്തൊക്കെയാണ് കഴിക്കാനുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ട് ഡോക്ടർ എന്നെ വിട്ടു. അപ്പോൾ ഞാനവിടെ പോയി OP ടിക്കറ്റ് കൊടുത്തു. എനിക്ക് ടാബ്ലറ്റ് തന്നു. ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരിരിക്കും. അതായത് ഈ അംഗൻവാടി വഴിയൊക്കെ നമ്മുടെ വാക്സിനും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരിരിക്കും. അതായത് ആശാ വർക്കർമാർ ഇരിക്കും. അവരെടുത്ത് പോയി ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ 3-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് സ്കാൻ ചെയ്തത് ഒരു പ്രൈവറ്റ്, അതായത് നെടുമങ്ങാട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒത്തിരി സ്കാനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പ്രൈവറ്റാണ് സ്കാനിങ് സെൻറ്റേഴ്സ്. അവിടെ പോയിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്കാനിങ് ചെയ്യണേ. ഫസ്റ്റ് സ്കാനിങ് ചെല്ലുമ്പോഴത്തേക്കും 3-ാം മാസത്തെ സ്കാനിങ്ങിന് ചെല്ലുമ്പോഴത്തേക്കും ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയണത് കിട്ടിയില്ല എന്നായിരുന്നു. അവിടെ സ്കാനിങ്ങിന് ചെന്നു. സ്കാനിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സ്കാനിങ്ങിന് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ആ സ്കാനിങ് റൂമിനകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വജൈന വഴി ഒരു സംഭവം സ്കാനിങ്ങിൻ്റെ ഒരു സ്റ്റിക്കുണ്ട്, അതുള്ളിലേക്ക് കടത്തി ഫസ്റ്റ് സ്കാനിങ് എങ്ങനെയാണ് കേട്ടോ. സ്കാനിങ് കഴിഞ്ഞു, സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടി. അതുമായിട്ട് ഇതേപോലെ ഒരു ദിവസം ഡോക്ടറുള്ളൊരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഡോക്ടറെ കാണുന്നത്. ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോയി. അതായത് ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാരൻസിനെയോ നമ്മുടെ ഹസ്ബൻഡിനെയോ ഈ സ്കാനിങ് റിപ്പോർട്ട് കാണിക്കാനായാലും ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴായാലും നമുക്ക് നമ്മുടെ ഒപ്പം കൂട്ടാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് ആരാണോ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് അയാൾക്ക് മാത്രമേ ആ ഡോക്ടറെ കാണാൻ പറ്റത്തുള്ളൂ. വേറെ ആരെയും അവർ ആ റൂമിനകത്തേക്ക് കയറ്റി വിടത്തില്ല. അതായത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ടെൻസ്ഡായിരിക്കും. എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷനിലായിരിക്കും നമ്മൾ കയറി ചെല്ലുക. അപ്പോൾ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്രയും ആശ്വാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെയേ ചെയ്യത്തില്ല. അവർ നമ്മൾ ഒറ്റയ്ക്ക് വിടത്തുള്ളൂ. കൂടെ സഹായത്തിന് എന്ന് പറയാൻ ഫയലൊന്ന് പിടിക്കാൻ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും ആൾക്കാരുടെ സ്മെല്ലും അതേപോലെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും, നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും, നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടും അത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉള്ളൊരു ഫയലുണ്ടാവും, OP ടിക്കറ്റ് ഉണ്ടാവും, അവിടെ കൊടുക്കുക ഇവിടെ കൊടുക്കുക അല്ല ഇവിടെ കൊടുക്കുക, മരുന്ന് മേടിക്കുക, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ വൊമിറ്റ് ചെയ്തു പോകും. ആ ടൈമിൽ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനെയോ അമ്മയോ ഭർത്താവിനെയോ സഹോദരങ്ങളെ ആരെയും അവരകത്തേക്ക് കയറ്റത്തില്ല. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞ് എൻ്റെ ഒരു 5 മാസമൊക്കെ കഴിഞ്ഞ് എനിക്കൊരു 7-ാം മാസം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്കൊരു വയറുവേദന വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടൊരു ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വയറുവേദന വന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് വയറുവേദനയായി. അങ്ങനെ ഞങ്ങൾ വണ്ടി വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞാൽ പിന്നെ OPയിൽ നോക്കുന്ന പരിപാടിയില്ല. ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ ഉണ്ടാവത്തില്ല, റൂമിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ദിവ്യ ഡോക്ടർ നമ്മുടെ ഡോക്ടേഴ്സ് ഇരിക്കുന്ന ആ ഒരു സ്പേസിൽ ഒരു റൂമിലാണ് ഇരിക്കണേ. അപ്പോൾ ഞാൻ അവിടെയാണ് ചെന്നത്. ഭയങ്കരമായിട്ട് വയറുവേദന എടുത്ത് പ്രാന്തളവിയാണ് ഞാൻ ചെന്നത്. അപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് ചാടിക്കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഡോക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കെയറിങ് ആണ് ഡോക്ടർ, അതേപോലെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര പാവമാണ് ഡോക്ടർ. ഞാൻ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ആ ടൈമിൽ കണ്ടിട്ടുള്ള ഏറ്റവും പാവം ഡോക്ടർ അവരാണ്. വേറെ ഡോക്ടേഴ്സിനൊന്നും ഞാൻ പാവമായിട്ട് കണ്ടിട്ടില്ല.
അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ ഇതേപോലെ പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് ചാടിക്കയറിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യമാണ്, എന്തായാലും സ്കാൻ ചെയ്തിട്ട് വാ, സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടുവാ, അപ്പോഴേ എനിക്ക് ചെയ്യാം, എന്തെങ്കിലും മരുന്ന് മെഡിസിൻ തരുന്നതായാലും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ കൂട്ടി ഒരു സ്കാനിങ് സെൻറ്ററിൽ ചെന്ന് സ്കാൻ ചെയ്ത് റിപ്പോർട്ടുമായിട്ട് വന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, കുഴപ്പമൊന്നും കാണുന്നില്ല, പെയിൻ ഇനി എന്തിൻ്റെ ആണെന്ന് നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം, തൽക്കാലം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുക, ഹോസ്പിറ്റലിൽ ഡെലിവറി ഒബ്സർവേഷൻ റൂമിൽ തന്നെ പോയി അഡ്മിറ്റ് ആവണം, ഞാൻ 2 ടാബ്ലറ്റും 1-2 ഇഞ്ചക്ഷൻസും എഴുതുന്നുണ്ട്, അവിടുത്തെ നഴ്സിൻ്റെ കയ്യിൽ ഈ പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി, അവരവിടെ അഡ്മിറ്റ് ആക്കിക്കോളും, ഉറപ്പായിട്ടും ഡെലിവറി റൂമിൻ്റെ ഒബ്സർവേഷൻ റൂമിൽ തന്നെ ആയിരിക്കണം കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പം ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ, എൻ്റെ ഫസ്റ്റ് ഡെലിവറിയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചി ഉണ്ടെങ്കിലും പ്രഗ്നൻസി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഡെലിവറി എന്ന് പറയുന്നത് പ്രോസസ്സ്, അല്ലെങ്കിൽ ഡെലിവറി പെയിൻ വന്ന ആൾക്കാരെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ, ഈ ഡെലിവറിയുടെ ഒബ്സർവേഷൻ റൂം എന്ന് പറയുന്നത് പെയിൻ വരാൻ വേണ്ടി ടാബ്ലറ്റ് കൊടുത്ത് പേഷ്യൻസിനെ കിടത്തിയേക്കുന്നൊരു സ്പേസാണ്. അപ്പോൾ അവിടെയാണ് എന്നെ ഒബ്സർവേഷന് ഡോക്ടർ വിട്ടത്. എന്നെ അവിടെയാണ് കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ബെഡിൽ കിടക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ട് വിട്ടത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു നഴ്സിനെ കാണിച്ചു. നഴ്സിനെ OP ടിക്കറ്റ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചു. അപ്പോൾ നഴ്സ് പറഞ്ഞു അവിടെ ഒരു ബെഡ് ഒഴിവായിട്ടുണ്ട്, അവിടെ പോയി കിടന്നു എന്നുള്ളത് പറഞ്ഞു. ഞാനങ്ങനെ ആ ബെഡിലിങ്ങനെ പോയി കിടന്നപ്പം എൻ്റെ ഒപ്പം എൻ്റെ കൂടെ ആ ഒരു റൂമിൽ, ഒബ്സർവേഷൻ റൂമിൽ എനിക്ക് തോന്നുന്നു 7-8 പേരുണ്ടായിരുന്നു. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല. 7-8 പേരുണ്ടായിരുന്നു. ഫസ്റ്റ് ഡെലിവറിക്ക് വന്നവരും 3 ഡെലിവറി കഴിഞ്ഞ് 4ാമത്തെ ഡെലിവറിക്ക് വന്നൊരു ചേച്ചി അടക്കം 6-7 പേര് ഞങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഡെലിവറിക്ക് അല്ലാതെ ചെന്ന ഞാനൊഴികെ ഡെലിവറിക്കായിട്ട് വന്ന ഒരു 6-7 പേര് അതിനകത്തുണ്ടായിരുന്നു. അപ്പം അന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന നഴ്സും ഡോക്ടറും ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരാണ്. ദേഷ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരാൻ വേണ്ടി ടാബ്ലറ്റ് തന്ന് പെയിൻ വന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട്, നോർമലി പെയിൻ വന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട്, നടന്നും ട്രിപ്പിട്ടും ഒക്കെ പെയിൻ വന്ന് വരുത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കൈൻഡ് ഓഫ് ആൾക്കാരാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ 3 പ്രസവിച്ച് 4ാമത്തെ പ്രസവത്തിന് വന്നൊരു ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. ആ ചേച്ചി വേദന, നമുക്ക് 1 പ്രസവിച്ചാലും 5 പ്രസവിച്ചാലും വേദന സെയിമാണ്. നമ്മുടെ ബോഡിക്ക് അനുഭവപ്പെടുന്ന വേദന നമ്മൾ പുറത്ത് കരഞ്ഞായാലും വിളിച്ചായാലും കാണിക്കും. അപ്പോൾ ഈ ചേച്ചി വിളിച്ചതിന് ആ നേഴ്സ് ഒത്തിരി ചീത്ത പറഞ്ഞു. നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ, നീ 3 പ്രസവിച്ചല്ലേ, നിൻ്റെ 4ാമത്തെ ഇല്ലേ, നീ എന്തിനിങ്ങനെ ഓവറായിട്ട് കിടന്ന് വിളിക്കുന്നേ, ബാക്കിയുള്ളവർ ഇവിടെ കിടക്കുമല്ലേ, നിനക്ക് മിണ്ടായിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പം ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. ദൈവമേ, ഞാനും ഇവിടെ ഇല്ലേ പ്രസവിക്കേണ്ടേ, അപ്പോൾ വേദന എടുത്ത് കരഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളെ അടിക്കുമോ, ഇവർ നമ്മളെ വഴക്കൊക്കെ പറയുമോ, ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളൊരു ടെൻഷൻ വന്നു. അതേപോലെ നമ്മളെ ബേബി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സ്പേസ് ആയോ എന്നുള്ളൊരു നോക്കുന്നൊരു പരിപാടിയുണ്ട്, നോക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നഴ്സുമാർ വന്ന് നോക്കും. അതേപോലെ ബേബിയുടെ ഹാർട്ട് ബീറ്റ്, ഒരു സൗണ്ട് ഒരു സംഭവത്തിൽ കേട്ടുകൊണ്ടിരിക്കും, ഇങ്ങനെ തും 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 ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, നമ്മുടെ ചെവിക്കടിക്കുന്ന രീതിക്ക്. ഇതും എല്ലാം കൂടെയൊക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ കിളിയാകെ പോയി. ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കണ്ടപ്പോഴത്തേക്കും അയ്യോ, എൻ്റെ പിടിയാകെ വിട്ടു, എനിക്ക് പേടിയായി തുടങ്ങി. അപ്പം ഡ്യൂട്ടിക്കുണ്ടായിരുന്ന അന്ന് നൈറ്റ് അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഡോക്ടർ വന്നിട്ട് എല്ലാവരെയും ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഡെലിവറിക്ക് വന്നതല്ലല്ലോ, തനിക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ വയറുവേദനയായിട്ട് വന്നതാണ്, ഞാൻ ദിവ്യ ഡോക്ടറെയാണ് കാണുന്നത്, ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ അഡ്മിറ്റ് ആയത്, ഒബ്സർവേഷൻ റൂമിൽ കിടക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തിട്ട് ആ ഡോക്ടർ ചോദിച്ചു, മോൾക്ക് വയറുവേദന ഇപ്പോൾ കുറവുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല കുറവുണ്ട്, എനിക്ക് വേദനയൊന്നും ഇപ്പോൾ ഇല്ല, മറ്റുള്ളവരുടെ വേദന ഉണ്ടപ്പോൾ എൻ്റെ വേദന ഒന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, മോൾ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പേടി തോന്നും, അതായത് മോൾക്കും 2-3 മാസം കഴിയുമ്പം ഡെലിവറിക്ക് വരാനുള്ളതല്ലേ, ഇവിടെ കിടന്നു കഴിഞ്ഞാൽ മോൾക്ക് പേടി തോന്നും, അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും, മുകളിലെ വാർഡിൽ പോയി കിടക്ക്, കൂടെ ആരാ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയുണ്ട്, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അമ്മയുണ്ട്, ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അമ്മയുണ്ട്, ബിൽഡിങ്ങിന് പുറത്ത് ഹസ്ബൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും കൂട്ടി മുകളിലെ ബെഡിൽ പോയി കിടക്ക്, അവിടെ ബെഡ് ഒഴിവുണ്ട്, അവിടെ പോയി കിടന്നാൽ മതി, ഇവിടെ കിടന്നാൽ നീ പേടിക്കും,
ഇവരുടെ വിളിയും ബഹളങ്ങളും പ്രസവവും കാര്യങ്ങളൊക്കെ കണ്ട് നീ പേടിക്കും, അതുകൊണ്ട് BP ഒക്കെ ലോ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മുകളിൽ പോയി കിടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുകളിൽ പോയി കിടന്നിട്ട് അവിടെ കിടന്നു. പിറ്റേ ദിവസം എൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോഴത്തേക്ക് എൻ്റെ പെയിനൊക്കെ കുറഞ്ഞു, അങ്ങനെ നോർമലായി. എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മന്ത്ലി ചെക്കപ്പ് ഉണ്ട്. പിറ്റേ മാസം ചെല്ലുമ്പോഴും ഇതേപോലെ വയറുവേദനയായിട്ട് ഞാൻ ചെന്നതുകൊണ്ട് എൻ്റെ ബോഡി ഓക്കെ ആണോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വീണ്ടും ഒബ്സർവേഷൻ റൂമിൽ കയറ്റും. എന്ന് പറഞ്ഞാൽ 7 മാസം കഴിഞ്ഞ് 8-ാം മാസവും ഞാൻ ഒബ്സർവേഷൻ റൂമിൽ പിന്നെയും കയറിയായിരുന്നു. അന്നും കയറിയപ്പോൾ ഞാൻ പേടിച്ചു. അന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 55 ദിവസമായ ഒരു കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിന് മോഷൻ പോകുന്നുണ്ടായിരുന്നില്ല. ഒരാഴ്ചയോ മറ്റോ ആയി അതിന് മോശം പോയിട്ട്. പക്ഷേ അതിൻ്റെ വീട്ടുകാർ അതിനെ കൊണ്ടുവന്നത് അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ്. 10 ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് മോഷൻ പോകുന്നില്ല എന്നും പറഞ്ഞ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ വെപ്രാളവും ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് പ്രസവം എന്ന് പറയുന്നൊരു സംഭവമേ പേടിയാവാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് പേടി. എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു നമുക്ക് വേദന വന്നാൽ കരയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളൊരു പേടിയിൽ ഞാനങ്ങനെ നിന്നു. അത് കഴിഞ്ഞിങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പേടിയാവുന്നുണ്ട്, ഇങ്ങനെ നഴ്സുമാരൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്കും ദിവ്യ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അതങ്ങനെയല്ല, അതായത് മറ്റുള്ളവരെ കൂടി പേടിപ്പെടുത്തുന്ന രീതിയിൽ വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് അവരത് പറയുന്നത്, അത് നീ കാര്യമാക്കണ്ട, നീ അത് മൈൻഡ് ചെയ്യാൻ പോകണ്ട എന്നുള്ളത് പറഞ്ഞ് ഡോക്ടർ എന്നെ സമാധാനിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് ഡിസംബർ 15 പറഞ്ഞിരുന്നത്.